സോ ഇപ്പം 10:35 ആയിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അസർബൈജാനിലോട്ടാണ്. സോ നമ്മളുടെ ഫ്ലൈറ്റ് 4:05-നാണ് ഫ്രം അബുദാബി. സോ വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ജേർണി. ഞങ്ങളിപ്പോൾ അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി ഇൻ 2 hours we will reach in അബുദാബി. പിന്നെ നമുക്ക് ഇടയിൽ ഫുഡും കഴിക്കണം. നമ്മൾ ബാക്കിൽ മൊത്തം ഫുള്ളി പാക്ഡ് ആണ്, കണ്ടില്ലേ? ബാക്കിൽ ഫുൾ ലഗേജ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ മുന്നിൽ ലഗേജ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഞാനൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും. സോ We are excited. We will show you everything throughout the journey. കാത്തിരുന്ന് കാണാം. അവിടെ ശബരിയെങ്കിൽ ഓക്കെ. സോ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇനി വിത്തിൻ ആൻ അവർ ഞങ്ങൾ ചെക്കിൻ ചെയ്യും. ഓൺലൈൻ ചെക്കിൻ ചെയ്തു. എന്നിട്ട് അല്ലാണ്ട് നമ്മൾ ഓൺലൈൻ ചെക്കിൻ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഓൺലൈൻ ചെക്കിൻ ചെയ്തു. അത് ഇച്ചിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാൻ. പക്ഷേ ഫൈനലി ഇറ്റ്സ് ഡൺ. ഓൺലൈൻ ചെക്കിൻ ഇസ് ഡൺ. കാരണം വിസയറിനത് മാൻഡറ്ററി ആണ് ഓൺലൈൻ ചെക്കിൻ. അതർവൈസ് അവർ നമുക്ക് ചാർജ് ചെയ്യും. സോ ഇനി ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് ക്ലിയർ ചെയ്യാം. ഗോ ഇറ്റ് ഇൻ ദ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈ. ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് എല്ലാവരും ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്. പക്ഷെ ഞങ്ങൾ ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ഞങ്ങൾ ഒരുമിച്ചിരിക്കും. ഞങ്ങളുടെ പ്ലാൻ. എന്തായാലും ഇനി അവിടെ എത്തിയിട്ടാണ്. സോ ഗൈസ്, നമ്മുടെ ചെക്ക് ഇൻ പരിപാടീസ്, ബാക്കി പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഡ്യൂട്ടി ഫ്രീയിൽ കുറച്ച് വായനോട്ടം പരിപാടീസ്. അതെ, കണ്ടില്ലേ? ഔട്ട്ഫിറ്റ് കാണിച്ചപ്പോൾ ഇത് നോക്കണ്ടേ? ഉണ്ടല്ലേ ഇത്? നമ്മളങ്ങനെ ബാക്കൂല് എത്തി. ഇനി നമ്മൾ നേരെ വണ്ടി കയറാൻ പോകണം. മെയിൻ തിങ് ഇവിടുത്തെ വിസ പ്രോസസ്സിങ് വളരെ എളുപ്പമാണ്. വിസ ഓൺ അറൈവൽ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. വെരി ഈസി. ടെസ്റ്റ് മെഷീൻ ഉണ്ട്. ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ടാപ്പ് ചെയ്താൽ പൈസ ഓട്ടോമാറ്റിക്കലി പോകും. പരിപാടി കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തെത്തി ചെയ്യാം. ബാഗേജസ് ഒക്കെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തു. സൂപ്പർ ഫാസ്റ്റ് ആണ് ഇവിടുത്തെ പ്രോസസ്സ്. സോ ഇനി നമ്മൾ ഡ്രൈവറിനെ കാത്ത് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഗൈഡിനെ കണ്ടു. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സ്നോ ഉള്ള സ്ഥലത്ത് ഷദ്ദാഖിലാണ് പോകുന്നത്. അത് ആക്ച്വലി വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഇവിടെ വിസ എടുത്തിട്ടായിരുന്നില്ല വന്നത്. അപ്പം നല്ല നടക്കുന്നത്. ആദ്യം ഷദ്ദാഖിൽ തന്നെയായിരുന്നു പോകാൻ പ്ലാൻ. ബട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇൻ കേസ് ടൈം ഡിലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസ പ്രോസസ്സിങ്ങിൽ അപ്പോൾ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയായിരുന്നു. പക്ഷേ വിസ ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ കിട്ടി. എല്ലാ ആൾക്കാരും ഫ്രണ്ട്ലി ആയിരുന്നു, അടിപൊളിയായിരുന്നു. സോ നമ്മൾ ഡ്രൈവർ പെട്ടെന്ന് കൈൻഡ് ഓഫ് ബട്ട് സ്റ്റിൽ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അവര് നൈറ്റ് ഷിഫ്റ്റ് നിൽക്കുന്നുണ്ടായിരിക്കും. ബട്ട് എനിവേ അത് നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് എന്തായാലും നമ്മുടെ കാര്യം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എത്തി. സോ അബൌട്ട് നെക്സ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം ഷദ്ദാഖിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പറഞ്ഞ പോലെ. പിന്നെ ചെറിയൊരു ചേഞ്ച് വന്നു. പിന്നെ ഞങ്ങൾ ഈ വിസസ് കാര്യങ്ങൾ സ്മൂത്ത് ആയതുകൊണ്ട് അതാ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഷദ്ദാഖിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരാൾ പറഞ്ഞത് നമ്മളിപ്പോൾ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ട്രാഫിക് കുറച്ച് നമുക്ക് പെട്ടെന്ന് വിത്തിൻ 1 hour നമുക്ക് അവിടെ എത്താൻ പറ്റും. ട്രാഫിക് ഒന്നും എടുക്കില്ല. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കൺഫേം ഫുൾ ട്രാഫിക്
ട്രാഫിക് ആയിരിക്കും. സോ നമ്മൾ ഡയറക്റ്റ് വെച്ചടിച്ച് പോവുകയാണ് ഗൈസ്. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ കഴിവുണ്ടായതുകൊണ്ട് നമ്മൾ വണ്ടി ഇരുന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അല്ല, റെസ്റ്റോറൻറ്റ് ഓൺ ദ വേ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തും. സോ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനാണ് പ്ലാൻ. പിന്നെ നല്ല അടിപൊളി സ്ഥലമാണ്, ഫുള്ളി മെയിൻറ്റെയിൻഡ്, ക്ലീൻ, ഫ്രഷ് ആണ്, ഫ്രഷ്. പിന്നെ കുറേ ഫുൾ പച്ചപ്പാണ്, ഗ്രീനറി, ഫുൾ പൈൻ ട്രീസ്, നൈസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല തണുപ്പും നല്ല പിന്നെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് മേ ബി ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പുറത്തിറങ്ങി തണുത്ത് കാറ്റടിച്ചപ്പോൾ എക്സൈറ്റ്മെന്റ് കാരണം ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നൈസ് റെസ്റ്റോറൻ്റ് ആണ്, ഒരു വിൻറ്റേജ് ഫുഡാണ്. ഇവിടെ യു ക്യാൻ സി മെനി പൈൻട്രീസ്. പിന്നെ ഇവിടെ അങ്ങനെ ആരുമില്ല. റഷ്യം 9-12 ഇത് ദുബായിലെ സെയിം ടൈം തന്നെയാണ് ഇവിടെ. സോ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ടൈം മാറ്റേണ്ട സീനൊന്നും ഇല്ല ഇവിടെ. പക്ഷേ ഇവിടുത്തെ വെതറും ഇവിടുത്തെ ട്രീസ്, ഇവിടുത്തെ നേച്ചർ എല്ലാം നമുക്ക് നല്ല കിഡിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, നമ്മൾ നാട്ടിലെ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന സാധനം ഇവിടെ വെറുതെ ആൾക്കാർ തൂത്തെടുത്ത് കളയാം. അതാണ് നമ്മൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുത്തിക്കെട്ടി വെക്കുന്നത്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ ആ പൈൻ ട്രീസ് കാണുന്നത് ഇതും കൂടി ചേർന്ന് ആ പച്ച ഇലയിൽ ഒറിജിനൽ മരത്തിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എന്നെ കാണാൻ ഒരു മെയിൻ്റെനൻസ് വർക്ക് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എൻ്റെ ചെയ്യുന്ന. ഓക്കെ ഗൈസ്, എന്തായാലും നമ്മൾ ഷതാഗിലേക്ക് പോകണം. നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബാക്കു ഓൾറെഡി കഴിഞ്ഞു. നല്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി അത് കറക്റ്റായിട്ടല്ല കഴിച്ചത്. ഒരു ബ്രെഡ് തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ചീസും ബട്ടറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ബ്രെഡും ബട്ടറും കൂട്ടി കഴിക്കാനുള്ളതാണ്. ബാക്കിയുള്ള സാധനം പുറകെ വരുന്നുണ്ടായിരുന്നു. അറിയാണ്ട് ബ്രെഡ് മുഴുവൻ കഴിച്ചു. ഇതിന് മുട്ട വന്നപ്പോൾ പിന്നെ ബ്രെഡ് പിന്നെ വാങ്ങിച്ചില്ല. എല്ലാം കൂടെ പോകാൻ സ്ഥലമില്ലല്ലോ. സോ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ചെയ്യില്ല. എന്തായാലും ഇവിടെ വാഷ്റൂമിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. സിറ്റിയൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ വാഷ്റൂം മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം ഓക്കെ. പക്ഷേ ഞങ്ങൾ വന്ന സ്ഥലത്തിൻ്റെയാണെന്ന് അറിയില്ല. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ കയറിയപ്പോൾ വാഷ്റൂം വളരെ മോശമായിരുന്നു. ബാക്കിയുള്ള കാര്യത്തിൽ അറിയില്ല, പറയാം. ഷെഡാഗിലെത്തിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ സ്ലെഡിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ക്യൂ നിൽക്കുകയാണ്. 1 hour ആവുമെന്നാണ് പറഞ്ഞത്. വി ആർ ഗോയിങ് ടുഗെദർ. ശബരി ഞങ്ങൾ എത്തിക്കാണ് പോകുന്നത്. നല്ല രസമായിരിക്കും. ഇവിടെ നല്ല സ്നോ ഉണ്ട്. അതൊക്കെ ഞങ്ങളങ്ങനെ സ്ലെഡറിൽ കയറിയിട്ടാണ്. ഞാനാണ് ഈ വണ്ടി കണ്ടുകൊണ്ട് ഞാൻ പോകുന്നത്. വണ്ടി ഇങ്ങനെ ഓടിക്കുമെന്ന് അറിയാത്ത ഞാനാണ് ഈ വണ്ടി കണ്ടത്. സോ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ
ഒന്നും പറയാനില്ല. സ്നോ കണ്ട ആക്രാന്തത്തിൽ 2 പെൺകുട്ടികൾ പരസ്പരം മറന്ന് പെരുമാറുന്നു. എന്ത് ചെയ്യാനാകും? അവിടെയായിരുന്നു നല്ല മഞ്ഞ്. So guys, തല നിന്റെ ഒക്കെ ഫ്രഷ് ഇതല്ലേ? ഇവര് സ്നോമാൻ ഇല്ല തല തന്നെ വെക്കാൻ പറ്റുന്നില്ല. അത്ര മേല നമുക്കിട്ടോ ആ ഷേപ്പ് ഇല്ല. അതൊക്കെ ഇല്ല 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 ഇല്ല. ആ ഇപ്പൊ ഓക്കെ, ഇപ്പൊ വീണ്ടും കുഴപ്പമില്ല. ആ അങ്ങനെയാണ് ജിനി അനക്കല്ലേ? അല്ലുവിന്റെ കണ്ണൊക്കെ ചോദിക്കാന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ചേച്ചിയുടെ കയ്യിലാവും അത് കേട്ടോ. ആ അതെ ആ തണ്ടില്ലേ അത് തൂങ്ങി കിടക്കുന്നാലും കൂട്ടാ, അത് പൊക്കവനെ മനസ്സിലായ? ആ അതങ്ങ് ഇനി ഒരു മൂക്കും കൂടെ മതി. ആ അത് കുത്തി കയറ്റുമ്പോൾ സൂക്ഷിക്കണം. എന്ത് സ്നോമാൻ ഇവിടെ ഇത് മറ്റേ മഡഗാസ്കർ സിനിമയിൽ അവനെ പോലെ സ്ലോത്തിനെ പോലുണ്ട്. അത് പറ്റത്തില്ല. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അതെ അത് വീഡിയോ ആണേ. തിരിച്ചിറങ്ങി സ്നാക്സ് ഒക്കെ കഴിച്ചു വരുന്നതായിട്ട്. അതെ ക്വൈറ്റ് എക്സ്പെൻസീവ്. ഡെറംസ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഇതൊരു റിസോർട്ട് ഹോട്ടലിൽ അങ്ങനെ എന്തോ പരിപാടീസിന് അടുത്തുന്ന കഴിച്ചത്, അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയത്. പിന്നെന്താ പെട്ടെന്ന് ക്ലൈമറ്റ് ഡ്രോപ്പായി. ഇപ്പം ഇവിടെ ടെമ്പറേച്ചർ 3 ആണ്. അൺസൈക്കബിൾ ഗൈസ്. സോ ഞങ്ങൾ ഓൺ ദ വേ ബാക്ക് ടിപ്പ് ഹോട്ടൽ. നമ്മൾ ഡയറക്റ്റ്ലി എയർപോർട്ടിൽ നിന്ന് നേരെ ശതാംഗ